ഇതുപോലെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്തൊരു കോർപ്പറേഷൻ വേറെയില്ല. ഇവിടുത്തെ സ്ഥലം MLA, സ്ഥലം മന്ത്രി, അദ്ദേഹത്തെ എപ്പോഴും അവഗണിക്കുകയാണ്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള പരിപാടികൾ വരുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിക്കും. രാമേന്ദ്രൻ കടന്നപ്പള്ളി വിളിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് 19 കൗൺസിലർമാരുണ്ട് ഇവിടെ. മോഹനം പറയട്ടെ, ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങളുടെ ആളുകൾ കൊടുക്കുന്ന പോലെയുള്ള വിഹിതം കൊടുക്കാൻ ഇവർക്ക് സന്നദ്ധമായിട്ടുണ്ടോ? ഇടതുപക്ഷം പറയുന്ന ഒരൊറ്റ കാര്യം കേൾക്കില്ല. ഞങ്ങൾ 20 25 സമരം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് മുമ്പിൽ. ഒരു തവണ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുപോലെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു ഭരണസമിതി ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലില്ല. ഇവിടെ ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന UDF ആണെന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് പദ്ധതികൾക്ക് ജനങ്ങൾ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 1000-ൽ 5 പേർക്ക് പണി കേരള ഗവൺമെൻറ് പദ്ധതിയാണ്, ഇവിടെ നടപ്പാക്കുന്നില്ല. വാതിൽപ്പടി സേവനം 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഗവൺമെൻറ് സേവനം വീട്ടിൽ നടപ്പാക്കുന്നുണ്ടോ? ഇവിടെ നടപ്പാക്കുന്നില്ല. കടൽ തീരം താമസിക്കുന്ന ആളുകൾക്ക് പുനർഗേഹം പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ? ഇവിടെ നടപ്പിലാക്കുന്നില്ല. വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വീടും നടപ്പിലാക്കുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എടുക്കാൻ തയ്യാറല്ല. പ്രിയമുള്ളവർ, ഇവിടെ LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരുപാട് പരിപാടികൾ UDF ആണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് LDF മാത്രമല്ല കോൺഗ്രസ്സുകാർക്ക്, ലീഗുകാർക്ക്, BJP-കാർക്ക് കിട്ടുന്നില്ല. അതല്ലേ കാണാൻ വേണ്ടി കഴിയുക. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ പരിപാടി മുന്നോട്ട് വെക്കാൻ, ഞങ്ങളുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാൻ പോവാൻ, ഈ നഗരം എന്താണ് എന്ന്, എന്താവുമെന്ന് ഞങ്ങൾ ചിത്രം ചെയ്ത് കാണിക്കും. ഇവിടെ ബസ് സ്റ്റാൻഡിൽ മാറ്റം, മറ്റു സ്ഥലങ്ങൾ വരുന്ന മാറ്റം, ഇവിടെ കണ്ണൂർ നഗരത്തെ ഒരു പുതിയ നഗരമാക്കി മാറ്റാനുള്ള മാൻഡേറ്റ് ആണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം വേണ്ടി വിജയിക്കും.